ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ പറഞ്ഞു അവർ നമുക്കാ വോട്ട് ചെയ്യാൻ പോകണമെന്ന്. ഗുഡ് കമ്മ്യൂണിസ്റ്റ്. ഉത്തമ കമ്മ്യൂണിസ്റ്റ്, അതാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരായി 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൽ സഞ്ചരിച്ചവർ. ഞാൻ പറഞ്ഞല്ലോ, അവർ തീവ്ര വലതുപക്ഷമാണ്. ഞങ്ങളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം എന്ന് ഞങ്ങൾ കേരളത്തോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ആ വാക്കുകളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയുണ്ടായി. ഞങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചതിനുള്ള നന്ദി കൂടിയാണ് ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും അവർ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ അതിശക്തമായ നിലപാട്, പുതിയ കേരളത്തെക്കുറിച്ചുള്ള, പുതുയുഗത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പദ്ധതികൾ, ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ജോലിയാണ് ഞങ്ങൾ ചെയ്തത്. എന്താ ചെയ്തത്? എവിടെയെല്ലാം ഗവൺമെൻറ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം, ബദലുണ്ടാകണമെന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗൃഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഈറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധം നടത്താതെ. ഇത് നമ്മുടെ പുതിയ കേരളമാണ് എന്ന് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു. ഞാനൊരു ജോൺ ഇരിക്കുന്നുണ്ട് അടുത്ത്, എന്നാലും ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനേക്കാളേറെ ഒരു വലിയ സന്തോഷമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ചരിത്രത്തിൽ 62 ഉള്ളു. 2001 60-ൽ 60 സീറ്റ് അല്ലേ? 77-ൽ 38 സീറ്റുകൾ. 2011 ജയിച്ചപ്പോൾ 38 സീറ്റുകൾ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി. അതിൽ മാത്രമേ എൻ്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോറ്റു. ചെറുതായിട്ട് എൻ്റെ കണക്ക് തെറ്റി. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കണക്ക് പറഞ്ഞത്, ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. 2001 ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി. 2001 കിട്ടിയ ഉജ്ജ്വലമായ വിജയം പിന്നെ 2004 പോലില്ല. 2011 ജയിച്ചെങ്കിലും 72 സീറ്റോടുകൂടിയാണ് ജയിച്ചത്. UDFിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ശക്തികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ UDFിനെ വിട്ടുപോയി. ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിലൂടെ അവരെ എല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. കുറച്ച് പേര് കൂടി ഉണ്ട്, മുഴുവനായില്ല, ഒരു 90% ആയില്ല. ഞാൻ 100 ടാർഗറ്റ് ചെയ്തിട്ട് 90 ആയില്ല, കുറച്ച് പേര് കൂടി ഉണ്ട്. അവർ കൂടി UDFിലേക്ക് വരും. പുതിയ തലമുറ UDFിൻ്റെ കൂടെ നിൽക്കും. ഇനി ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അത് പറവൂരിലെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കറിയാമല്ലോ, ഞാൻ എൻ്റെ ഇത്രയും വർഷക്കാലത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ ഞാൻ 3-4 ദിവസം മാത്രമാണ് പറവൂരിൽ നിന്നത്. എല്ലാവരും പറയും എന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. പറവൂർ അവിടെ പൂട്ടിയിടും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷെ പൂട്ടിയിടപ്പെട്ടത് മന്ത്രിമാരാണ്. ഈ തോറ്റ മന്ത്രിമാർ ആരും അവരുടെ നിയോജകമണ്ഡലത്തിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. ജയിച്ചവരും മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പൂട്ടിയിട്ടത് ഞങ്ങളാണ്, അവരവരുടെ മണ്ഡലത്തിൽ. എന്തുമാത്രം വിസ്മയങ്ങളുണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും ഇനി വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ അമ്പലപ്പുഴയിലൊരു വിസ്മയം ഉണ്ടായില്ലേ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ. തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ
നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത്? കേരളത്തിലുടനീളം അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡൻ്റായി അല്ലേ? അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്. അല്ല, അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ പറയില്ല, അവരൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വരാൻ പോവാണെന്ന്. ഞങ്ങൾ രാഷ്ട്രീയ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ? അവരപ്പുറത്തെ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയെ തടസ്സപ്പെടുത്തുന്നൊന്നും നിന്നിട്ടില്ല. അത് അവരുടെ തീരുമാനമാണ് UDF-ലേക്ക് വരണോ വേണ്ടതെന്ന്. ഞങ്ങളുടെ വാതിൽ തുറന്നാണ് വെച്ചിരുന്നത്, പക്ഷെ അവർ വന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. അല്ല, അതല്ല, അതൊക്കെ പിന്നീട് UDF ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ അതൊന്നും ഒരു പ്രയോറിറ്റികളിൽ ഇല്ലല്ലോ, മുൻഗണനയിൽ അതൊന്നും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് 8-7 സീറ്റും ജയിച്ചു ഇല്ലേ? അനൂപ് ജേക്കബ് ജയിച്ചത് 45,000 വോട്ടിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് ജയിച്ചു അല്ലേ? അപ്പം ഞങ്ങൾ ഘടകകക്ഷിയല്ലേ. ലീഗ് എത്ര സീറ്റാണ് ജയിച്ചത്? ഞങ്ങൾ ഘടകകക്ഷികളൊക്കെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷിയൊന്നും ഇനി പറയാൻ ആരും സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാണ്. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് ശേഷമാണ്. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങളുണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല.